ആർട്ടിഫിഷ്യൽ ലിംബ് എന്ന് പറഞ്ഞാൽ കൃത്രിമ കൈകാലുകൾ നമ്മൾ സാധാരണ ലയൺസ് പ്രസ്ഥാനം 300-400 കാലുകൾ ഞങ്ങൾ എല്ലാ വർഷവും നൽകാറുണ്ട്. ഇത് അതിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ലിംബ് ക്യാമ്പ് ഒരു പ്രാവശ്യം വന്ന് അളവെടുത്ത് കഴിഞ്ഞാൽ ആ കൃത്രിമ കാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വർഷം കഴിഞ്ഞാൽ എന്തെങ്കിലും അതിലൊരു മോഡിഫിക്കേഷൻസ് ഒക്കെ വരണ്ടു. ഓർത്തോട്ടിക് ഉപകരണം അങ്ങനെയല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും അപകടം കൊണ്ടോ വീഴ്ച കൊണ്ടോ അല്ലെങ്കിൽ പാരാലിസിസ്, സ്ട്രോക്ക് പോലുള്ള അസുഖങ്ങൾ, സ്കോളിയോസിസ് അങ്ങനെയുള്ള അസുഖങ്ങൾ മൂലം അംഗവൈകല്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാൽ ഈ ഓർത്തോട്ടിക് ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് അവർക്ക് അവരുടെ ചലനങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കാൻ വേണ്ടി പറ്റുക. അത് ഒരു പ്രാവശ്യം അളവെടുത്ത് നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു 3 മാസമോ 4 മാസമോ കഴിയുമ്പോഴേക്ക് ഇതിൽ ചെറിയ മാറ്റങ്ങൾ വരും. ആ ചലനശേഷിയൊക്കെ കുറച്ചൊക്കെ വീണ്ടും കിട്ടുകയും അപ്പോൾ അതിനു വേണ്ടിയുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ വീണ്ടും നടത്തി ഇങ്ങനെ ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഈ ഓർത്തോട്ടിക് ഉപകരണങ്ങളുടേത്. വളരെ ചാലഞ്ചിങ് ആയ ഒരു പ്രോസസ്സും കൂടിയാണ് ഈ ഓർത്തോട്ടിക് ക്യാമ്പ് സെറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ അപ്പ് വേണം. എന്ന് കഴിഞ്ഞാൽ മാത്രമേ ആ പേഷ്യൻറ്റിന് പൂർണ്ണമായിട്ട് പഴയ സ്ഥിതിയിലേക്ക് തിരിച്ചെത്താൻ പറ്റുള്ളൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ ലയൺസ് പ്രസ്ഥാനം ചെയ്യുന്ന വളരെ മികച്ച ഒരു സേവന പ്രവർത്തനമാണ്. അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ടോട്ടലി ബെഡ് റിഡൺ ആയിട്ടൊക്കെ പോകുന്ന ആൾക്കാരെയാണ് നമ്മൾ പഴയ ഇതിലേക്ക് റീഇൻസ്റ്റേറ്റ് ചെയ്ത് സ്ഥിതിയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് 2018 ഓർത്തോട്ടിക് ക്യാമ്പ് ആരംഭിച്ചത്. ഇതിനകം തന്നെ ഞങ്ങൾ ഏകദേശം 600-700-ലധികം പേഷ്യൻസിനെ ഞങ്ങൾ അവരുടെ പഴയ സ്ഥിതിയിലേക്ക് പൂർണ്ണമായി എത്തിയെന്ന് പറയാൻ പറ്റുന്നില്ലെങ്കിലും കണ്ടിന്യൂസ് ആയിട്ട് അവരെ ഫോളോ അപ്പ് ചെയ്ത് അവർക്ക് വേണ്ടുന്ന സൗജന്യമായ സേവനം ഞങ്ങൾ എൻഷുർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്യാമ്പ് വളരെ, കാരണം കണ്ണൂർ ജില്ലയിലുള്ള ആൾക്കാർ ഇതറിയാതെ പോയി കഴിഞ്ഞാൽ പലപ്പോഴും വീട്ടിലൊക്കെ ഉള്ള അല്ലെങ്കിൽ സാധാരണക്കാർക്ക് ഇതുപോലെയുള്ള ഉപകരണങ്ങളെ പറ്റിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ ക്യാമ്പുകളെ പറ്റിയോ ഒന്നും അറിയില്ല. അപ്പോൾ ഇത് അറിയാത്തത് കൊണ്ടും ചിലപ്പോൾ വീട്ടിൽ തന്നെ അവർ കിടപ്പിലായി പോകും. പ്രത്യേകിച്ച് തെങ്ങെന്നൊക്കെ വീണവരൊക്കെ കിടന്ന് എത്രയോ പേഷ്യൻസ് നമ്മൾ ഈ ക്യാമ്പ് അനൗൺസ് ചെയ്താൽ എത്താറുണ്ട്. അതുകൊണ്ട് കണ്ണൂർ ജില്ലയിൽ മാക്സിമം ഈ ക്യാമ്പിനെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് പത്രങ്ങളിലൂടെയും മീഡിയയിലൂടെയും ചാനലിലൂടെയൊക്കെ കൊടുക്കണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിക്കുന്നു. കൂടുതൽ